സോ ഹലോ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും നാളും ചെയ്തുകൊണ്ടിരുന്ന 5 മൊബൈൽ ഫോട്ടോഗ്രാഫി മിസ്റ്റേക്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ടൈപ്പ് നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാത്തതിൻ്റെ മെയിൻ റീസൺസ് നിങ്ങൾ ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്ന ഈ ഫോട്ടോഗ്രാഫി മിസ്റ്റേക്സ് ആണ്. നിങ്ങളുടെ പുതിയതാണെങ്കിൽ എൻ്റെ പേര് ഓസ്റ്റിൻ. ഈ ഒരു ചാനലിൽ നമ്മൾ ഫോട്ടോഗ്രാഫി അതുപോലെ തന്നെ ഫിലിം മേക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തുള്ള ബെൽ ബട്ടണോടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആദ്യത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ലെൻസ് ക്ലീൻ ചെയ്യാറില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഫോട്ടോ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടോ നിങ്ങളുടെ ക്യാമറ ഏതെങ്കിലും ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ സ്പെക്സ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന ഒരു ക്ലോത്ത് വെച്ചിട്ടോ നിങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്ലാഷ് ഉപയോഗിച്ച് ഫോട്ടോ എടുക്കുന്നതാണ്. നമ്മുടെ ഫോണിലെ ഫ്ലാഷ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ക്വാളിറ്റിയുള്ള ഫ്ലാഷ് ഒന്നല്ല. അപ്പോൾ നിങ്ങൾ ഔട്ട്ഡോർ ആണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്ലാഷ് ഓൺ ആക്കിക്കൊണ്ട് വലിയൊരു ഡിഫറൻസ് വരാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഇൻഡോർ ലൈറ്റ് കുറവുള്ള സമയത്ത് നിങ്ങൾ ഫ്ലാഷ് ഓൺ ആക്കി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഫോട്ടോനെ മൊത്തത്തിൽ നശിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ഫ്ലാഷ് ഓൺ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി ഉള്ള ലൈറ്റ് നമുക്ക് എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ഇൻഡോർ ആണെന്ന് വെച്ചാൽ കൂടി നിങ്ങൾ വിൻഡോ ലൈറ്റൊക്കെ യൂസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂം ചെയ്തിട്ട് നമ്മൾ ഒരു കാരണവശാലും ഫോട്ടോ എടുക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ ഫോൺ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും സൂം ചെയ്തിട്ട് ഫോട്ടോ എടുക്കാതിരിക്കുക. നമ്മൾ ഡിജിറ്റലി സൂം ചെയ്യുമ്പോൾ നമ്മുടെ ഇമേജിൻ്റെ ക്വാളിറ്റി നമ്മളവിടെ റൂയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ലെഗ് സൂം ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് തന്നെ ചെയ്യുക. നമ്മൾ ലെഗ് സൂം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ മാനുവലി മൂവ് ചെയ്യാനായിട്ട് പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ അടുത്തോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഡിജിറ്റലി സൂം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ ഫോട്ടോസാണ് കിട്ടുന്നത്. നാലാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ മോഡിലിട്ട് ഫോട്ടോ എടുക്കാനാണ്. ഫോട്ടോഗ്രാഫീനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർക്കുള്ളതാണ് ഈ ഓട്ടോ മോഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മാനുവലായിട്ട് ഫോട്ടോ എടുക്കാൻ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മാനുവൽ മോഡിലിട്ട് ഫോട്ടോ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഫോട്ടോ എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആ ഫോട്ടോ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കൺട്രോൾ ചെയ്യുന്നത് ഞാനായിരിക്കണം. എനിക്ക് ഇന്ന ടൈപ്പ് ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്യാമറയുടെ അടുത്തത് ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓട്ടോ മോഡിലിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് നമുക്ക് കിട്ടാറില്ല. അഞ്ചാമത്തെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നൊരു കാര്യം, അതായത് പലരും നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തരാത്തൊരു കാര്യമായിരിക്കും. നമ്മൾ ഡീഫോൾട്ടായിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ നമ്മുടെ ക്യാമറ ആപ്ലിക്കേഷൻ കിടക്കുന്നത് 4:3 എന്ന് പറയുന്ന ഒരു റേഷ്യോയിലായിരിക്കും. നമ്മളിൽ പലരും അത് മാറ്റി 16:9 എന്ന് പറഞ്ഞ റേഷ്യോയിലാണ് ഫോട്ടോ എടുക്കുന്നത്. അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 16:9 ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ക്വാളിറ്റി കുറയുന്നുണ്ട്. നമ്മുടെ മിക്ക ക്യാമറ ആപ്ലിക്കേഷൻസും ഡിഫോൾട്ടായിട്ട് 4:3 കിടക്കുന്നുണ്ടാവുക. കാരണം അതിലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ മെഗാ പിക്സൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടുന്നത്. ഇനി അതല്ല നിങ്ങളുടെ ക്യാമറ ആപ്ലിക്കേഷൻ അത് ഡിഫോൾട്ടായിട്ട് 16:9 കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിംഗ്സിലോട്ട് പോയിട്ട് അത് മാറ്റി 4:3 ഇട്ടിട്ട് ഫോട്ടോ എടുത്ത് നോക്കുക. കാരണം നിങ്ങൾ ക്രോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്ര നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് 4:3 ഇട്ടാലാണ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിച്ചിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ ചാനൽ നമ്മൾ ഓൾറെഡി 5 മൊബൈൽ ഫോട്ടോഗ്രാഫി ടിപ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ വരുന്ന കാർഡ് വഴിയോ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. നമുക്കപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഇനി കാണാം. അതുവരെ ബൈ, പീസ്.